പീരുമേട് വാഴൂർ സോമൻ കേരള കോൺഗ്രസ് എം ജോസഫ് വിഭാഗത്തിൽ ചേരുവാൻ പോകുന്നുവെന്ന നവമാധ്യമത്തിൽ വന്ന വാർത്ത അടിസ്ഥാന രഹിതമാണെന്ന് പീരുമേട് വാഴൂർ സോമൻ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രസന്റഡ് ബൈ സാന്റാ മോണിക്ക സ്റ്റഡി അബ്രോഡ്. പഠിക്കാമിനി അതിരുകളില്ലാതെ. നവമാധ്യമത്തിൽ കഴിഞ്ഞ ദിവസമാണ് പീരുമേട് വാഴൂർ സോമൻ കേരള കോൺഗ്രസ് എം ജോസഫ് വിഭാഗത്തിൽ ചേരുവാൻ പോകുന്നുവെന്ന വാർത്ത വന്നത്. ഇത് അടിസ്ഥാന രഹിതമാണെന്നും താൻ സ്വപ്നത്തിൽ പോലും കാണാത്ത ഒരു കാര്യമാണ് വാർത്തയിലൂടെ പ്രചരിക്കുന്നത് എന്നും ചെറുപ്രായത്തിൽ 1967 അച്ഛന്റെ കൈപിടിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും വിദ്യാർത്ഥി സംഘടനയായ AASF-ലും പ്രവർത്തിച്ചു തുടങ്ങിയതാണ്. വളരെയേറെ യാതനകളും വേദനകളും അനുഭവിച്ച കാലഘട്ടത്തിൽ പോലും ഇങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ടില്ല എന്നും തന്റെ കുടുംബം കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ്, ഭാര്യയും മക്കളും എല്ലാം പാർട്ടി അംഗങ്ങളാണെന്നും തുടർന്നും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും പീരുമേട് വാഴൂർ സോമൻ MLA ഓഫീസിൽ പറഞ്ഞു. ഇന്നലെ ദിവസം ഞാൻ കേരള കോൺഗ്രസിൽ ചേരുന്നതായി, ജോസഫ് ഭാഗത്തിൽ ചേരുന്നതായി ഒരു യൂട്യൂബ് ചാനലിൽ ഒരു പ്രക്ഷേപണം കാണുവാനിടയായി. എൻ്റെ ജീവിതത്തിൽ ഞാൻ 1967 മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായും അതിൻ്റെ വർഗബഹുജന സംഘടനയായ AASF-യുമായും ബന്ധപ്പെട്ട് കാലമത്രയും പ്രവർത്തിച്ചു വരികയാണ്. പല അഗ്നിപരീക്ഷണങ്ങളെയും നേരിട്ടിട്ടുണ്ട്. കൊടിയ മർദ്ദനങ്ങളും പല പ്രശ്നങ്ങളുമെല്ലാം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ജീവിതത്തിൽ ഒരിക്കലും പാർട്ടി മാറുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. ഞങ്ങളുടെ കുടുംബം ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ്. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മൂത്ത മകൻ അഡ്വക്കേറ്റ് സോബിൻ സോമനും ഇളയ മകൻ അഡ്വക്കേറ്റ് സോബിൻ സോമനും എല്ലാം പാർട്ടി മെമ്പർമാരാണ് എന്നുള്ളതും എടുത്തു പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാരണവശാലും മറ്റൊരു പാർട്ടിയിൽ ചേരുക എന്നുള്ളത് ആലോചിക്കുവാൻ പറ്റുന്ന കാര്യമല്ല. ഈ വാർത്തയ്ക്ക് പിന്നിൽ ആരാണ് എന്ന് അറിയേണ്ടതുണ്ട്. ഞാൻ ഈ കാര്യം സംബന്ധിച്ച് സൈബർ സെല്ലിന് പരാതി കൊടുത്തിട്ടുണ്ട്. സിവിലായും ക്രിമിനലായും മറ്റു നടപടികൾ ഇതിനെതിരെ സ്വീകരിക്കുമെന്നും അറിയിക്കുകയാണ്. ഈ വാർത്ത സൃഷ്ടിച്ചവർക്കെതിരെ സിവിലായും ക്രിമിനലായും നടപടികൾ എടുക്കുവാൻ നിർബന്ധം ആയിരിക്കുകയാണെന്നും വാർത്തയുടെ ഉറവിടം കണ്ടെത്തി നടപടി സ്വീകരിക്കുവാൻ സൈബർ സെല്ലിനോടും ആവശ്യപ്പെട്ടതുമായി പീരുമേട് വാഴൂർ സോമൻ പറഞ്ഞു. ഇടുക്കി ലൈവ് ന്യൂസ്, പീരുമേട്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്